ഈ പെൺകുട്ടിക്കുണ്ടായ അനുഭവം നമുക്ക് കണ്ടു നോക്കാം. ഇവിടെ ഈ പെൺകുട്ടി സാധനം വാങ്ങാൻ വന്നതുപോലെ വന്നിട്ട് അവയുടെ ഫ്രണ്ടിലിരുന്ന ചാക്കിൽ ഒരു കിഴുത്തയിട്ടിട്ട് അതിൽ നിന്നും അരി മറ്റൊരു കവറിലേക്ക് ആക്കുന്നു. അത് ആ കടക്കാരൻ്റെ ശ്രദ്ധയിൽ പെടാതിരിക്കാൻ അതെടുക്കൂ, ബിസ്ക്കറ്റ് എടുക്കൂ, ഇതെടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സാധനങ്ങളെല്ലാം എടുത്തതിനു ശേഷം ആ പെൺകുട്ടി പറയുന്നു, ഞാൻ പണം എടുക്കാൻ മറന്നുപോയി, ഞാൻ പണം എടുത്തുകൊണ്ട് വരാമെന്ന്. ശേഷം ആ അരി ആ ചാക്കിൽ നിന്ന് പോകുന്നത് കടക്കാരൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ അവർ പറയുന്നു, ആ പെണ്ണ് മോഷ്ടിച്ചു കൊണ്ടുപോയതാണെന്ന് തോന്നുന്നു, വാ നമുക്ക് ആ പെൺകുട്ടിയെ പിടിക്കാമെന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അവർ രണ്ട് ദിശയിലായിട്ട് പോയിട്ട് ആ പെൺകുട്ടിയെ അവർ പിടിക്കുന്നു. അപ്പോൾ ആ കടക്കാർ ചോദിക്കുന്നു, നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് നീ കടയിൽ വന്ന് മോഷ്ടിച്ചത്? അപ്പോൾ ആ പെൺകുട്ടി പറയുന്നു, എന്താ സാർ, ഞാൻ എന്താണ് മോഷ്ടിച്ചത്? എന്നെയൊക്കെ പോലീസിന് പിടിച്ചു കൊടുത്താലും നീയൊക്കെ നന്നാകൂ. അപ്പോൾ ആ പെൺകുട്ടി പറയുന്നു, പോലീസിനെ ഒന്നും വിളിക്കണം, ഞാൻ എടുത്ത സാധനം തിരിച്ചു തന്നേക്കാമെന്ന്. അതിനുശേഷമാണ് വലിയൊരു ട്വിസ്റ്റ് ഉണ്ടാകുന്നത്. എന്താ നടന്നതെന്ന് കാണുന്നതിന് മുമ്പ് എൻ്റെ ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ശേഷം എന്താ നടന്നതെന്ന് നമുക്ക് കാണാം. പിന്നീട് അവരുടെ വാർഡ് മെമ്പർ വരുന്നു. അപ്പോൾ ആ കടക്കാരൻ നടന്ന കാര്യങ്ങളെല്ലാം വിശദീകരിക്കുന്നു. അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, സാർ, എല്ലാം അറിയാതെ ചെയ്തു പോയതാണ്, എന്നോട് ക്ഷമിക്കണം. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം പോലും നൽകാൻ കഴിയുന്നില്ല, അവർ വിശന്നിട്ട് കരയുകയാണ് സാർ, ക്ക് വേണ്ടിയാണ് ഞാൻ ഈ അരി എടുത്തുകൊണ്ട് പോയത്, എന്നോട് ക്ഷമിക്കൂ എന്ന് പറയുന്നു. അത് കേട്ടതും ആ മെമ്പർ പറയുന്നു, ആ അരി അങ്ങ് കൊടുത്തു വിട്ടേക്കേ എന്ന്. അപ്പോൾ ആ കടക്കാരൻ ചോദിക്കുന്നു, എന്തിനാണ് കൊടുക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറയുന്നു, വരൂ ഞാനെല്ലാം പറയാം എന്ന് പറഞ്ഞുകൊണ്ട് അവരെയും കൊണ്ട് പോകുന്നു. അങ്ങോട്ട് നോക്കൂ, ആ പെൺകുട്ടിയുടെ കുഞ്ഞ് ഒരു അപകടത്തിൽ മരണപ്പെട്ടിരുന്നു. അതിനുശേഷം മുതൽ അനാഥരായ കുട്ടികളെ അവൾ ദത്തെടുത്ത് സംരക്ഷിക്കാൻ തുടങ്ങി. ഭർത്താവും കുഞ്ഞും ഒരേ ദിവസമാണ് വലിയൊരു അപകടത്തിൽ മരണപ്പെട്ടത് എന്ന് അദ്ദേഹം പറയുന്നു. ഈ പെൺകുട്ടി ചെയ്ത പ്രവൃത്തി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സൂപ്പർ എന്ന് കമന്റ് ചെയ്യണേ.